എന്തൊക്കെയാ അസുഖമല്ലല്ലോ കുറെ ഇല്ല നമ്മളിങ്ങനെ കാണാത്ത നേരിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കാണണ്ടേ. നിങ്ങൾക്ക് എന്നെയും കാണണം, എനിക്ക് നിങ്ങളെയും കാണണം. അത് കാണാനാകില്ലാലോ, എനിക്ക് നിങ്ങളെ കാണാനാകില്ലാലോ. ഒരു കമന്റും ഒക്കെ ഇട്ടാൽ മതി, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്ക് കാണാലോ. പിന്നെ എന്താ ഈ ചങ്ങായി ഇങ്ങനെ ഒരു കുറെ കുപ്പായോ കോട്ടോ ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നത് വിചാരിക്കണ്ട. മുടിഞ്ഞ തണുപ്പാ, ഒന്നൊന്നര തണുപ്പ്, ഒരു രക്ഷയില്ല. അതടക്കട്ടെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്കാനർ ഏതാണ്. മുമ്പ് നമ്മൾ സ്കാം സ്കാനർ ഉപയോഗിച്ചിരുന്നു. സ്കാം സ്കാനർ ബാൻ ചെയ്തിട്ട് കുറെ കാലമല്ലോ. അതിന് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഏതാ? നമ്മൾ കുറേ സ്കാനർ പരിചയപ്പെടുത്തിയേക്ക് പലതും ഉപയോഗിക്കുന്നുണ്ട്, പലതും അത്രത്തോളം നമുക്ക് അങ്ങ് ദഹിക്കുന്നില്ല. പിന്നെ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമ്മളെ ഫോണിൽ ഡീഫാൾട്ട് ആയിട്ടുള്ള ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കാം. ഗൂഗിൾ ഡ്രൈവ് കൂടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്കാൻ ചെയ്യാം, PDF ആക്കാം, ഒരുപാട് ഫീച്ചറുകളുണ്ട്. എന്നാൽ സ്കാം സ്കാനറിന്റെ അതേ ഫീച്ചറുകളിലെ ഒരു ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സ്കാനർ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അങ്ങനെ ഒരു സ്കാനറാണ്, ഓക്കൺ സ്കാനർ. നല്ല പേരല്ലേ, ഓക്കൺ സ്കാനർ. ഈ ഓക്കൺ സ്കാനറിൽ എന്തൊക്കെ ഫീച്ചറുകളാണ്? ഒരുപാട് ഫീച്ചറുകളുണ്ട് കേട്ടോ. നമുക്ക് ഡോക്യുമെന്റ് സ്കാൻ ചെയ്ത് PDF ആക്കാനും PDF എഡിറ്റ് ചെയ്യാനും, നമ്മളെ ഫോണിലുള്ള ഒരു PDF-ൽ നമ്മളൊരു സിഗ്നേച്ചർ വെക്കണമെങ്കിൽ അത് വെക്കാനൊക്കെ കഴിയുന്ന നല്ല ഒരു സ്കാനർ. ഇതൊന്ന് പരിചയപ്പെട്ടു വെക്കാം നമ്മൾ. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് അതിലുള്ള ടൂളുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഉപയോഗിക്കുക, ഇതൊക്കെ ഒന്ന് നോക്കുക. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിന്ന് ഓക്കൺ സ്കാനർ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് സ്കാൻ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരിക. ഞാനിത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിൽ 1-2 ഫയലൊക്കെ കാണുന്നുണ്ട്. ഇതിൽ താഴെ ഒരു ക്യാമറ ബട്ടൺ ഉണ്ട്, ഇവിടെ ഡോക്യുമെന്റ്സ് എന്നുള്ള സെക്ഷൻ ഉണ്ട്, അതുപോലെ ടൂൾസ് ഉണ്ട്. ക്യാമറയിൽ കൂടെ ഡയറക്റ്റ് നമുക്ക് സ്കാൻ ചെയ്യാം. അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് കൂടെ നമ്മളെ ഗാലറിയിലുള്ള ഒരു ഡോക്യുമെന്റ് എടുത്തിട്ട് സ്കാൻ ചെയ്യാം. അതുകൂടാണ്ട് ഈ ടൂൾസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടൂൾസ് ഉണ്ട്. ID കാർഡ്, സ്കാൻ ഡോക്യുമെന്റ്, ബുക്സ്, QR കോഡ്, ടു ടെക്സ്റ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ PDF എഡിറ്റ് ചെയ്യാൻ, PDF-ൽ നമുക്കൊരു സിഗ്നേച്ചർ ചേർക്കാനൊക്കെ അടിപൊളി ഓപ്ഷനാണ് ഇതിലുള്ളത്. നമ്മളിത് ചെറുതായിട്ടൊന്ന് നോക്കുക. ആദ്യം നമുക്ക് ക്യാമറയിൽ കൂടെ ഒന്ന് സ്കാൻ ചെയ്യുക, അങ്ങനെ നോക്കുക. ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്. ID കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ID കാർഡിന്റെ ഫ്രണ്ടും ബാക്കും പേജ്, ഇതിപ്പോ ലൈറ്റിങ്ങിന്റെ പ്രശ്നം കൊണ്ട് ശരിക്കും ക്ലിയർ ആകുന്നില്ല, എന്നാലും ഒരു സൈഡ് എടുത്ത് ഫ്രണ്ട് പേജ് എടുത്ത് അതുപോലെ തന്നെ രണ്ടാമത് ബാക്ക് പേജ് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇത് ഒറ്റ കാർഡാക്കി നമുക്ക് സേവ് ചെയ്യാം. കളർ കറക്ഷനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുത്ത് നമുക്കതൊരു PDF ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇമേജ് ഫയലായിട്ടോ സേവ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു PDF ഫയലിലേക്ക് നമുക്കൊരു സിഗ്നേച്ചർ ചേർക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ ചെയ്യാന്ന്. ഈ ടൂൾസിൽ PDF സിഗ്നേച്ചർ എടുത്തു കഴിഞ്ഞാൽ ഒരു PDF ഞാൻ സെലക്ട് ചെയ്താൽ ഇവിടെ ആഡ് സിഗ്നേച്ചർ എന്നുള്ളിടത്ത് നിന്ന് നമുക്കൊരു സിഗ്നേച്ചർ എടുക്കാം. അതായത് നമ്മളെ ഒരു സിഗ്നേച്ചറിന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ സിഗ്നേച്ചർ മാത്രം നമുക്ക് സ്കാൻ ചെയ്തിട്ട് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്, ഒന്ന് എടുക്കാൻ. സ്കാൻ യുവർ സിഗ്നേച്ചർ എന്നുള്ളിടത്ത് നിന്ന് സിഗ്നേച്ചറിന് ഇപ്പോൾ ഒരു പേര് ആഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് സിഗ്നേച്ചറും ആഡ് ചെയ്യാം. സിഗ്നേച്ചറിന്റെ ഫോട്ടോ എടുത്തതിന് ശേഷം അത് ആവശ്യത്തിന് ക്രോപ്പ് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്താൽ ആ സിഗ്നേച്ചർ മാത്രം നമുക്ക് ഇതുപോലെ കിട്ടും. അത് ഏത് ഭാഗത്ത് ഏത് പൊസിഷനിലാണ് വേണ്ടി വെച്ചാൽ അവിടെ കൊണ്ടുവച്ചാൽ മതി. അതിന്റെ കളറൊക്കെ മാറ്റാനുള്ള ഓപ്ഷന് ഇവിടെ വേറെയുണ്ട്. ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റുകയും ചെയ്യാം. എന്നിട്ട് നമുക്ക് സേവ് കൊടുത്തു കഴിഞ്ഞാൽ അതും സേവ് ആവും. താഴെ ടിക്ക് മാർക്ക് ഉണ്ട്, ടിക്ക് മാർക്ക് കൊടുത്താൽ സേവ് ആവും. ഇതിലുള്ള ഓരോ ഓപ്ഷനും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ച് നോക്കുക. നമ്മളെ PDF ഫയലിന് അല്ലെങ്കിൽ ഡോക്യുമെന്റിനൊക്കെ നമ്മളെ ഒരു വാട്ടർ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളെ പേര് ഒരു ബാക്ക്ഗ്രൗണ്ട് വാട്ടർ മാർക്കായിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എങ്ങനെയായാലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് സ്കാനറാണ് ഈ ഓക്കൺ സ്കാനർ. അപ്പോൾ ഈ ഓക്കൺ സ്കാനർ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ട്, നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്കട്ടോ. നമുക്കതൊരു ബൂസ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തു സ്നാപ്പ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.